ജോസിയൻ ഗ്രീൻ ബ്ലോഗ് സ്വാഗതം. തേനീച്ചകൾക്ക് ആവശ്യമായ മരങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. ഇത് ചെറുതേനീച്ചക്കൂടാണ്. ചെറുതേനീച്ചക്കൂട് ശക്തമായിട്ടാണ്. ഇത് ചാമ്പ നല്ലപോലെ ഇത് ചെറുതേനാണ്. ചാമ്പയിൽ നല്ലപോലെ ചെറുതേനും വൻതേനും തേനെടുക്കുന്നതാണ്. പലവിധം പൂക്കൾ പറമ്പിലുണ്ട്. അതൊക്കെ നല്ലതാണ് തൊടികളിലുള്ള. അതുകൊണ്ട് ഇതൊരു വഴിയൊക്കെയുള്ള മരമാണ്. ഇത് ധാരാളം തേനീച്ചകൾക്കുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. അത് വാളംപുളിയാണ്. വാളംപുളി പൂക്കുമ്പോൾ ഇഷ്ടംപോലെ തേനുണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ചോളമാണ്. ചോളത്തിൽ ഇഷ്ടംപോലെ പൂമ്പൊടിയും തേനും ഒക്കെ ഉണ്ട്. ഇത് കൂട്ടമായിട്ട് നടുകയാണെങ്കിൽ നമുക്ക് ചോളവും എടുക്കുകയും ധാന്യം എടുക്കുകയും ചെയ്യാം. നല്ല ഗ്രോത്ത് ഉണ്ട് തേനീച്ചകൾക്ക്. ഉണ്ടോ നല്ലപോലെ തേനീച്ചകളുണ്ട്. അതുപോലെ തന്നെ പച്ചച്ചീര നടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പച്ചച്ചീരയും അതുപോലെ തന്നെ സൂര്യകാന്തിയും നമ്മളുടെ തോട്ടങ്ങളിൽ നമ്മൾ നടുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തേനീച്ചകൾ വളരുകയും ചെയ്യും. തേനീച്ചകൾക്ക് നല്ലപോലെ പൂമ്പൊടി കിട്ടുന്നതാണ് ചോളം. ഉണ്ടോ ചോളത്തോട്ടങ്ങളാണ് ഇഷ്ടംപോലെ തമിഴ്നാട്ടിലൊക്കെ. അങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. തേനീച്ചകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ചും ഇറ്റാലിയൻ തേനീച്ചകൾക്കും അതുപോലെ പിസറ 90ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചോളവും. അതുപോലെ തന്നെ ചീരകളൊക്കെ, പച്ചച്ചീരകൾ, കുപ്പച്ചീരകൾ ഒക്കെ നല്ലതാണ്. ഇഷ്ടംപോലെ മരമുണ്ട്. മരുതി, വെള്ളിലാവ് ഞാൻ മുമ്പേ കാണിച്ചത്. വെള്ളിലാവ് ധാരാളം പിന്നെ പൂമ്പൊടിയും തേനും കൊണ്ട് കിട്ടുന്നതാണ്. വെള്ളിലാവ്, മരുതി. പ്ലാവിൻ്റെ കുഞ്ഞ് ചക്ക ഉണ്ടാകുമ്പോൾ കുഞ്ഞ് ഇതാകുമ്പോൾ അതിൽ നൂറി വരുന്ന ദ്രാവകം തേനീച്ചക്ക് മധുവായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഏത്തവാഴ, ഞാലിപ്പൂവൻ വാഴ, എല്ലാ വാഴകളിലും ഇത് ഉണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൽ ഇഷ്ടംപോലെ തേനും അതുപോലെ മധുവുണ്ട്. അത് തേനീച്ചകൾക്ക് വളരെ ഇഷ്ടമാണ്. കൂട്ടമായിട്ട് വളരും ഡ്രാഗൺ ഫ്രൂട്ടിൽ, വെളുപ്പിനെയൊക്കെ. അങ്ങനെ ഒത്തിരി മരങ്ങൾ, വളരെ ഫോറസ്റ്റ് ഏരിയയിലുള്ള മരങ്ങൾ ഒത്തിരി ഉണ്ട്. ഇത് നമ്മുടെ കണിക്കൊന്നയാണ്. കണിക്കൊന്നയിൽ തേനീച്ച വരുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇത് നല്ല ഈ 10 മണിച്ചെടികളാണ്. 10 മണിച്ചെടികൾ ഇഷ്ടംപോലെ പൂക്കളും അതുപോലെ തന്നെ ഉണ്ട്. തേനീച്ചകൾ ഇഷ്ടംപോലെ വരാറുണ്ട് പൂമ്പൊടി എടുക്കാനായിട്ട്. കാണാം. ഇച്ചിരി കഴിച്ച് കഴിയുമ്പോൾ കാണാവുന്നതാണ് 10 മണിച്ചെടികളിലേക്ക് വരുന്നത്. പല സൈസ് 10 മണിച്ചെടികൾ, 36 ഐറ്റം 10 മണിച്ചെടികളുണ്ട്. ഇത് നല്ലതാണ് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ തേനീച്ചകൾക്ക് ഏത്തപ്പഴം നല്ലപോലെ പഴുത്തതാണ് കൊടുക്കുന്നത്. തിന്നുന്നതായിട്ട് കാണുന്നുണ്ട്. നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഏത്തപ്പഴം. മുകളിൽ വെച്ച് അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ അവക്കാഡോ പൂക്കുമ്പോൾ ഇഷ്ടംപോലെ തേനീച്ചകൾ വരുന്നുണ്ട്. അവക്കാഡോ അതുപോലെ തന്നെ ഇതൊരു ഒരു കോക്ടെയിൽ വൈൻ ചെടിയാണ്. അത് പ്രത്യേക പേരാണ്. മാവ് അതുപോലെ ഈ ചെടി, ഇതൊക്കെ ധാരാളം തേനും കിട്ടുന്നതാണ്. അതുപോലെ ചെമ്പരത്തി ഐറ്റങ്ങൾ, വാഴ, അതുപോലെ തന്നെ വെള്ള ആൻറ്റിഗണ്, ചുവന്ന ആൻറ്റിഗണ് എല്ലാം നല്ലതാണ്. വെള്ള ആൻറ്റിഗണ്, ചുവന്ന ആൻറ്റിഗണൊക്കെ വളരെ നല്ലതാണ്. അതിൻ്റെ അതുണ്ടോ, അത് വേപ്പും നല്ലതാണ്. തെങ്ങ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത്. ധാരാളം പൂമ്പൊടി കിട്ടുന്നതാണ് തെങ്ങ്. നാച്ചുറലായിട്ട് ഉള്ള സ്രോതസ്സാണ് ഈ പൂമ്പൊടിയാണ് തേനീച്ചകൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. കേട്ടോ, തേനീച്ചകൾ പൂമ്പൊടി എടുക്കുന്നുണ്ട് 10 മണിച്ചെടിയിൽ നിന്ന്. അത് നന്നായിട്ട് പൂമ്പൊടി എടുക്കും. കണ്ടോ, പല സൈസ് 10 മണിച്ചെടികളുണ്ട്. ഒറ്റ എതളുള്ളതാണ് ഏറ്റവും നല്ലത്. കൂടുതൽ പൂമ്പൊടി എടുക്കും. വളർച്ച നന്നായിട്ട് കൂടുകയും ചെയ്യും. മഴക്കാലത്തൊക്കെ പൂമ്പൊടിയുടെ അഭാവമാണ്. കണ്ട് തേനീച്ചയുണ്ട്. മുഴുത്ത സൈസ് പൂക്കളുണ്ട്. അതുപോലെ ചെമ്പരത്തി, ഏലം എല്ലാ നാട്ടിലും പിടിക്കത്തില്ല. ഹൈ റേഞ്ചിൽ നന്നായിട്ടുണ്ട്. ഏലത്തിൻ്റെ പൂക്കളിൽ നിന്ന് വൻതേനീച്ചകൾ തേനെടുക്കാറുണ്ട്. നല്ല തോട്ടങ്ങളിൽ വെക്കുകയാണെങ്കിൽ തേനും കിട്ടും. സമൃദ്ധിയായിട്ട് തേൻ. അല്ലാത്ത സീസൺ, ഓഫ് സീസൺ നല്ല വലിയ തോട്ടങ്ങളായിരിക്കണം, അല്ലാതെ കുറച്ച് പോരാ. ഇതുണ്ട്. ഇതും നല്ലൊരു മരമാണ്. എനിക്കൊന്ന് വെള്ളിലാവാണ്. ഇത് ധാരാളം തേൻ കിട്ടുന്ന ഒരു മരമാണ്. അതുപോലെ തന്നെ ചക്കയിലും അതുപോലെ തന്നെ റംബൂട്ടാനിലൊക്കെ തേനുണ്ട്. അതുപോലെ ധാരാളം മരങ്ങളുണ്ട്. ധാരാളം ഈ ഓറഞ്ച് പിടിപ്പിക്കണം. ഓറഞ്ചിൽ നിന്നും അതിൻ്റെ പൂമ്പൊടി എടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല വൃക്ഷങ്ങളുണ്ട്. ഇതൊക്കെ നട്ടുപിടിപ്പിക്കണം. പേര ഐറ്റങ്ങൾ, ഇവയൊക്കെ തേനീച്ചകൾക്ക് ധാരാളം തേൻ നൽകുന്നതാണ്. 10 മണിച്ചെടികളും. അതുപോലെ ഇതൊരു പ്രത്യേക സൈസ് ചെടിയാണ്. ചെറിയ ചെടിയുടെ പേര് ആരും പറയാൻ നന്നായിരുന്നു. കുഞ്ഞു പൂക്കളായിട്ടുള്ള
ചെറിയ പൂക്കളാണ്, പക്ഷെ നിറച്ചും തേനാണ്. അത് തേനീച്ചകൾ തേൻ എന്ന് വരുന്നത് കണ്ടോ. ഇതുപോലെ നമ്മുടെ തൊടികളിൽ ഒത്തിരി ഉണ്ട്, ഒത്തിരി ചെടികളുണ്ട് തേനീച്ചകൾക്ക്. ലെമൺ വൈൻ നല്ലതാണ്, ലെമൺ വൈന്. അതുപോലെ പുല്ലുകൾ, ഒത്തിരി സൈസ് പുല്ലുകളുണ്ട്. പുല്ലൊക്കെ പറമ്പിൽ നിന്നൊക്കെ നമ്മൾ വിഷം അടിച്ച് കളയാതിരിക്കുകയാണെങ്കിൽ പുല്ലൊക്കെ നന്നായിട്ട് അതിൽ നിന്നും തേനീച്ചകൾ പൂമ്പൊടിയും തേനും ഉണ്ട്. നമ്മുടെ ബനാനയിൽ നിന്നും ഏത്തപ്പഴം തിന്നുകയാണ്. ഏത്തപ്പഴം നന്നായിട്ട്